സ്നേഹമുള്ളവരെ, വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലൊരു വൈദികൻ എന്ന നിലയേക്കാൾ ഉപരിയായി ഒരു സാധാരണക്കാരൻ എങ്ങനെ ചിന്തിക്കുന്നു എന്നാണ് ഞാൻ നിങ്ങളോട് അവതരിപ്പിക്കാൻ പോകുന്നത്. കാരണം വളരെ രസകരമായ സംഭവങ്ങളാണ് ഈ ദിവസങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുക. ചില കാര്യങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് വളരെ തമാശയായിട്ട് തോന്നി. കാരണം നമുക്കറിയാം, ഈ അടുത്ത മാസങ്ങളിൽ ആശാവർക്കന്മാർ സമരം ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തിനാണ് അവർ ഇന്നും കൂലി വർദ്ധിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച്, കാരണം അത്രമാത്രം കഷ്ടപ്പാടുണ്ട് അവർക്ക്. അതിനുവേണ്ടി ഒരു മാസത്തോളമൊക്കെ സമരം ചെയ്തിട്ടും യാതൊരു തരത്തിലുള്ള അനുകൂലമായ തീരുമാനങ്ങളും ഉണ്ടായില്ല. അതേസമയം ജയിലിൽ ഒരു സംഭവം ഞാൻ കാണുന്നത്, അവിടെ കൂലി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരു ചെറിയ 50 or 100 വർദ്ധിപ്പിക്കാനാണ് അവർ ജയിൽ മേധാവിയൊക്കെ ആവശ്യപ്പെട്ടത്. പക്ഷേ വളരെ ജനറസ് ആയിട്ട് 650 രൂപയാക്കി ദിവസക്കൂലി. എനിക്കത് കേട്ടപ്പോൾ ശരിക്കും ചിരിക്കാനാണ് തോന്നിയത്. എങ്ങനെയാണ് നമ്മുടെ ഭരണകർത്താക്കൾ ഇതിനെയൊക്കെ വിലയിരുത്തുന്നത്? എങ്ങനെയാണ് ഇതിനെയൊക്കെ നോക്കിക്കാണുന്നത്? ഇനി ഒരു പക്ഷേ തങ്ങൾ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കി ഇനി അടുത്ത ഒരു ഭരണം വരുമ്പോൾ ഞങ്ങളെല്ലാവരും തന്നെ ജയിലിലായിരിക്കും, അപ്പോൾ ആ സമയം കൂടി സമ്പാദിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണോ ഈ ഒരു വിലകയറ്റം ഉണ്ടായത് എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു സാധാരണക്കാരൻ്റെ വ്യൂ ആട്ടോ, അല്ലാതെ ഒരു വൈദികൻ്റെ അല്ല. ഒരു സാധാരണക്കാരൻ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ, കാരണം ഇന്നത്തെ കാലത്ത് ഒരു ഡെയിലി വേജ് എന്ന് പറയുന്നത് വളരെ മിനിമമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അവിടെ കുറ്റവാളിയാണ്, ഒരു കുറ്റം ചെയ്ത വ്യക്തിയാണ് ജയിലിലേക്ക് അയക്കുക. അവിടെ ഒരു തടവ് കൊടുക്കുമ്പോൾ ആ തടവ് എന്തിനു വേണ്ടിയാണ്? താൻ ഇതുപോലെ ഒരു തെറ്റ് ചെയ്തു, അതിലൊരു പ്രായശ്ചിത്തം ഉണ്ടാകാൻ വേണ്ടി നൽകപ്പെടുന്ന ഒന്നാണ്. കാരണം അവിടെ കിടന്ന് നരയിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോഴാണ് താൻ ചെയ്ത തെറ്റിൻ്റെ ഗൗരവം എത്ര വലുതായിരുന്നു എന്ന് തിരിച്ചറിയുക. പക്ഷേ ഇന്ന് ജയിലിലേക്ക് എങ്ങനെയെങ്കിലും പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ വേണ്ടിയാണോ ഈ ഒരു വിലകയറ്റം, ഒരു ദിവസ വേതനം കൂട്ടുന്നത്? കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വാട്സപ്പിലൊക്കെ വരുന്ന ഒരു മെസ്സേജ്, അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ കാണുന്ന ട്രോളുകളൊക്കെ ഞാനിങ്ങനെ നോക്കുകയായിരുന്നു. അപ്പോൾ പറയുന്നുണ്ട്, ഒരാൾക്കൊരു കഠിന തടവൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ 10 വർഷം വേറെ ഒരു കാര്യം നോക്കണ്ട, മെഡിസിൻ്റെ എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് ടേക്ക് കെയർ ചെയ്യും. അതുപോലെ തന്നെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ്. 1 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ വേല ചെയ്താൽ മതി. അത് കഴിയുമ്പോൾ 10 വർഷത്തെ തടവൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു 8-9 ലക്ഷം ബാങ്കിൽ അക്കൗണ്ടിലുണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടും വളരെ നല്ല ഒരു കാര്യം. കാരണം ഒരു പ്രവാസി പോയി തിരിച്ചു വരുമ്പോൾ 10 വർഷത്തിന് തിരിച്ചു വരുമ്പോൾ അവനുണ്ടാകും ഒത്തിരി കടങ്ങളായിരിക്കും. കാരണം ഇവിടെ നിന്ന് വീട് വിറ്റു വിദേശത്തേക്ക് പോയി, അതൊന്ന് വീട്ടി പുതിയൊരു വീട് പണിതു, അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും കുറച്ച് കടങ്ങളും ബാധ്യതയൊക്കെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാകും. എന്നാൽ ഒരു കുറ്റകൃത്യം ചെയ്ത് ഒരാൾ ജയിലിൽ പോയി തിരിച്ചു വരുമ്പോൾ അവനിനി മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റിയ രീതിയിലുള്ള സമ്പാദ്യം അവൻ്റെ അക്കൗണ്ടിലുണ്ടായിരിക്കും. വളരെ സുഭിക്ഷമായ ഭക്ഷണം, എന്തിനും ആഴ്ചയിൽ പോലും മട്ടൻ കറിയൊക്കെ ഉണ്ടെന്നാണ് ഇപ്പോഴത്തെ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുക. ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ പോലും ഇതുപോലെ മട്ടനൊക്കെ കഴിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ 2 മാസം കൂടുമ്പോഴൊക്കെ നടക്കുന്ന ഒരു കാര്യമായിരിക്കും. ചിലപ്പോൾ ചിലയിടത്ത് മട്ടനേ മേടിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ ആഴ്ചയിലൊരിക്കൽ മട്ടൻ കറി കൂട്ടിയുള്ള ഊണ്, അതുപോലെ പണ്ടത്തെ പോലെ ഗോതമ്പുണ്ടയും അതൊന്നുമല്ല, വളരെ സുഭിക്ഷമായ സദ്യ തന്നെയാണ് ജയിലിൽ കിട്ടുന്നത്. അപ്പോൾ അതെല്ലാം ഒത്തിരിയേറെ ആകർഷണം നൽകുന്ന കാര്യമാണ്. ഗോവിന്ദസ്വാമി പോലെയുള്ള ആൾക്കാരുടെ ഒരു പഴയ ഫോട്ടോ വെച്ചുള്ള കമ്പാരിസനൊക്കെ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. വളരെ മെല്ലിച്ച് ഉണങ്ങിയിരുന്ന ഒരു വ്യക്തി ജയിലിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ വളരെ സുന്ദര കുട്ടപ്പനായിട്ട്, ഈ വ്യക്തിയാണോ ഈ കുറ്റകൃത്യം ചെയ്തത് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷനൊക്കെ വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത്, ഈ ജയിൽ കൊണ്ട് ഇന്ന് അർത്ഥമാക്കുന്നത് എന്തിനാണ് ഈ ജയിൽ ശരിക്കും നിർമ്മിച്ചത്? അധികാരികൾ പോലും അത് തിരിച്ചറിയാതെ പോകുന്നുണ്ടോ? ഇത് ഒരു തരത്തിൽ റോങ് ഇംപ്രഷനാണ് സാധാരണക്കാരായ ജനങ്ങളിലേക്ക് നൽകുക. വളരെ ഗൗരവമേറിയൊരു കാര്യമായതുകൊണ്ടാണ് ഇന്ന് ആ പറച്ചിലിൻ്റെ ടൂണിലൊക്കെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് തോന്നിക്കാണും. ഇതെന്താ പഴയ രീതിയിലല്ലല്ലോ സംസാരിക്കുന്നത്. പക്ഷേ ഇത് ഇലക്ഷൻ അടുത്തുകൊണ്ട് ഗവൺമെൻറ്റിനെ വിമർശിക്കാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ അല്ല. പക്ഷേ നമ്മൾ ഈ ഭരണത്തിലിരിക്കുന്നത് പോലും ഒരു സാധാരണക്കാരനെ പോലെ ചിന്തിച്ച് നോക്കേണ്ട ഒരു വിഷയം തന്നെയല്ലേ ഇത്? അതുപോലെ തന്നെ പലപ്പോഴും എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു ചിന്തയാണ് ഈ പെൻഷൻ കൊടുക്കുന്ന സംഭവം. സാധാരണ ഗവൺമെൻറ് ജോലിയിലൊക്കെ 10-40 വർഷം കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു പെൻഷൻ എന്ന് പറയുന്നത് വളരെ തുച്ഛമായൊരു തുകയാണ്. പക്ഷേ ഓരോ ഗവൺമെൻറ് മാറി മാറി ഭരിക്കുമ്പോൾ ഈ പേഴ്സണൽ സെക്രട്ടറിമാരും അങ്ങനെ പേഴ്സണൽ സ്റ്റാഫും അങ്ങനെ പല തസ്തികയിൽ ഒത്തിരിയേറെ ആളുകളെ ഇവർ അപ്പോയിൻറ്റ് ചെയ്യും. 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പെൻഷൻ കിട്ടും. അപ്പോൾ ആ ഗ്രൂപ്പിനെ മാറ്റി അടുത്ത ഗ്രൂപ്പിനെ അപ്പോയിൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ഭരണം കഴിഞ്ഞിറങ്ങുമ്പോൾ
എത്രമാത്രം കടമാണ് നമ്മുടെ സർക്കാർ ഉണ്ടാക്കുന്നത് എന്ന് കൂടി ചിന്തിക്കുക. ഈ സുപ്രീം കോടതി പോലും ചോദിച്ച ഒരു സംഭവമാണ്, ഇത് കേരളത്തിൽ മാത്രം കാണുന്ന ഒരു പ്രതിഭാസമല്ലേ, മറ്റ് സംസ്ഥാനങ്ങളൊന്നും ഇതുപോലത്തെ പെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അത് ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെ. അതുമാത്രമല്ല, ഈ MLA പെൻഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തി തന്നെ 10 തവണ MLA ആയാലും 10 പെൻഷനാണെന്നൊക്കെയാണ് ഞാൻ കേട്ടത്. എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവില്ലെങ്കിലും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ശരിയാണെങ്കിൽ എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? നമ്മൾ സാധാരണക്കാരിലേക്ക് യാതൊരു തരത്തിലുള്ള സഹായവും നൽകാതെ ഇത് ഇങ്ങനെ പോകുമ്പോൾ പ്രിയമുള്ളവരെ, ഭരണത്തിലിരിക്കുന്നവർ ചെയ്യുന്ന വലിയൊരു ദ്രോഹമെന്ന് ഇതിനെക്കുറിച്ച് പറയാൻ സാധിക്കും. ഈ ഒരു ഉടുപ്പിട്ട് ഇതിനെക്കുറിച്ച് ഇങ്ങനെ വിമർശിക്കുമ്പോൾ ചിലപ്പോൾ എനിക്കെതിരെയും ആരോപണങ്ങളൊക്കെ കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്, ഞാനത് തിരിച്ചറിയുന്നു. പക്ഷേ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തികച്ചും ഗൗരവമേറിയ ഒരു വിഷയം തന്നെയാണിത്. നമ്മൾ എന്തിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്? നമ്മളിതുപോലെ ഒരു ആനുകൂല്യങ്ങൾ ജയിലിലുള്ളവർക്കൊക്കെ കൊടുക്കുമ്പോൾ അതിലൂടെ എന്ത് സന്ദേശമാണ് നിങ്ങൾ പുറത്തേക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കുന്നതും വിലയിരുത്തുന്നതും വളരെ നല്ലതാണ് എന്നാണ് ഞാൻ ചോദിക്കുക. ഈ ഇലക്ഷൻ എടുക്കുമ്പോൾ മാത്രം റോഡ് നന്നാക്കുന്ന ഒരു രീതികൾ അങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ നിങ്ങൾ ഇലക്ഷന് വേണ്ടി മാത്രമാണ്, ആ ഇലക്ഷനിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സൗഭാഗ്യത്തെക്കുറിച്ച് മാത്രമാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? അതോ സാധാരണക്കാരൻ്റെ ഒരു നല്ലതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? പലപ്പോഴും എനിക്ക് തോന്നിയ ചോദ്യങ്ങളാണ്. ചിലപ്പോൾ ജയസൂര്യയുടെ ഒരു സിനിമയിലൊക്കെ അത് വളരെ എടുത്തു കാണിക്കുന്ന ഒരു കാര്യം കണ്ടത്. കാരണം MLA ഫണ്ടിൽ നിന്നൊക്കെ എടുത്ത് ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കിയ പോലും അടങ്കൽ തുക എന്ന് പറഞ്ഞ് 25 ലക്ഷമൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. 4 തൂണും ഒരു മേൽക്കൂരയും കാണും, പക്ഷേ അടങ്കൽ തുക 25 ലക്ഷം. അപ്പോൾ എന്നാൽ ഒരു സാധാരണക്കാരൻ്റെ വീടിന് വേണ്ടി ലൈഫ് പദ്ധതിയുണ്ട്, അതിനു വേണ്ടി കൊടുക്കുന്ന തുക വെറും 4 ലക്ഷമാണ്. ഒരു വീട് നിർമ്മിക്കാൻ കൊടുക്കുന്ന തുക 4 ലക്ഷം, പക്ഷേ ഒരു വെയിറ്റിംഗ് ഷെഡ്, അതും ചെറിയ ഒരു വെയിറ്റിംഗ് ഷെഡിന് പോലും 10ഉം 20ഉം ലക്ഷം എഴുതിയെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇവിടെയൊക്കെ നമ്മൾ ശരിക്കും വിലയിരുത്താൻ ഒരു കമ്മീഷൻ ഉണ്ടാവുകയും ആ കമ്മീഷൻ കൃത്യമായിട്ടുള്ള തുക എഴുതി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒത്തിരിയേറെ അഴിമതികൾ നമുക്ക് നിർത്താൻ സാധിക്കും. അതിന് വെറുതെ നമ്മൾ ഇതുപോലെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളെല്ലാവരും പ്രതികരിച്ചു തുടങ്ങിയാൽ മാത്രമാണ് ഇതിനൊരു മാറ്റം ഉണ്ടാവുക. അല്ലെങ്കിൽ താങ്ങാൻ പറ്റാത്ത കടവുമായിട്ടായിരിക്കും നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോവുക. അതുകൊണ്ട് ആ ഒരു ഇൻഫർമേഷൻ നൽകുന്നതിന് വേണ്ടി മാത്രം ഈ ഒരു വീഡിയോ കാണുക. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇങ്ങനെ ഒരു കാര്യം മാത്രം അവതരിപ്പിക്കുമ്പോൾ ഇതിൻ്റെ പുറകെ മറ്റ് ഗൂഢാലോചനയൊന്നുമില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നിയ ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിച്ചു. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, ഈ ചെയ്യുന്നതൊക്കെ ശരിയാണോ? ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടവർ അഴിമതിക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരായിട്ട് മാറുന്നുണ്ടോ എന്നെല്ലാം വിലയിരുത്തേണ്ട ഒരു സാഹചര്യമാണ്. ഇലക്ഷനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്തായിരുന്നു, പക്ഷേ എത്രമാത്രം അത് ഗൗരവത്തോടെ നിങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടുതരികയാണ്. അത് നിങ്ങൾക്ക് സഹായകമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. പലരും വാട്സപ്പിലൂടെയൊക്കെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയാറുണ്ട്, ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം. അപ്പോൾ അതിൽ വന്ന ഒരു റിക്വസ്റ്റിലും ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണമെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ തയ്യാറായത്. എന്തായാലും നിങ്ങൾക്കും ഇത് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കും.